നമസ്കാരം. ഒരു ശരാശരി നാരങ്ങയെക്കാളും അല്ലെങ്കിൽ ഓറഞ്ചിനെക്കാളും ഏതാണ്ട് 5 മുതൽ 10 മടങ്ങ് വരെ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങുന്നതും, എന്നാൽ ഓറഞ്ചിനെക്കാളുമൊക്കെ വളരെ വിലക്കുറഞ്ഞതും സുലഭവുമായി ലഭ്യമാവുന്ന ഒരു പഴം. നമ്മുടെയൊക്കെ വീട്ടുമുറ്റങ്ങളിൽ കാലാകാലങ്ങളായിട്ട് സൗജന്യമായി നമുക്ക് ചുമ്മാ പറിച്ച് കടിച്ച് ചവച്ച് കഴിക്കാൻ സാധിക്കുമായിരുന്ന ഒരു പഴമാണ് പേരയ്ക്ക. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ അന്യം നിന്നു പോയ ഒരു പഴവർഗ്ഗമായിട്ട് വേണം പേരയ്ക്കയെ കാണാൻ. നാടൻ പേരയ്ക്ക എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന ആ ചെറിയ കടിക്കാൻ നല്ല രസമുണ്ടായിരുന്ന ആ പേരയ്ക്കൊന്നും ഇപ്പോൾ കണ്ടു കിട്ടാറില്ല. കാണുന്നതോ വഴിയോരങ്ങളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഉള്ളം ചുവന്ന് തുടുത്തിരിക്കുന്ന ഏതോ ഒരു ഇനം പഴം ആണ് ഇക്കാലത്ത് കണ്ടുകിട്ടുന്നത്. അതിന് നല്ല നിറമുണ്ടെങ്കിലും കാര്യമായ സ്വാദൊന്നും ഇല്ല. അത് വേറൊരു കഥ. ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊന്നും കഴിക്കാൻ കിട്ടാറില്ല ഈ നാടൻ പേരയ്ക്ക എന്നുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലാണോ ഈ പേരയ്ക്ക ഉദ്ഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. നാടൻ പേരയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ തന്നെ ഭാഗമായ കാലാകാലങ്ങളായിട്ട് ഇവിടെ വളർന്നുകൊണ്ടിരുന്ന ഒരു മരമാണ് പേരമരം. അതിൽ നിന്ന് ഉണ്ടാവുന്ന പഴമാണ് പേരയ്ക്ക എന്ന് നമ്മൾ കരുതും. എന്നാൽ അങ്ങനെ കരുതിയാൽ തെറ്റി. പേര എന്ന് പറയുന്ന ഈ വൃക്ഷം ആദ്യം കണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചെടുത്തത്, അതിലെ പഴം കഴിക്കാൻ ഭക്ഷ്യയോഗ്യമാണ് എന്ന് കണ്ടുപിടിച്ചെടുത്തതും ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു. മെക്സിക്കോയിലും അതുപോലെ സെൻട്രൽ അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. പിന്നീടാണ് അത്രേ അത് നമ്മുടെ രാജ്യത്തേക്ക് വന്നത്, ഇവിടെ പ്രചാരത്തിലായതും. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പേരയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, അത് ചരിത്രം. ആമുഖം കൂടുതൽ വേണ്ടെന്നാണ് പലരും ആവശ്യപ്പെടാറുള്ളത്. എന്നാലും ഇത് പറയാണ്ട് വയ്യ. കാരണം ഇത് വളരെ രസകരമായിട്ടുള്ള ചില വസ്തുതകളാണ്. നമ്മൾ കഴിച്ച് ശീലിച്ചൊരു പഴവർഗ്ഗത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഓർക്കുന്നുണ്ടാവും അല്ലേ? നാരങ്ങയിലോ ഓറഞ്ചിലോ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കയറി പിടിക്കുന്ന പഴവർഗ്ഗം ഒന്നെങ്കിൽ നാരങ്ങയോ അല്ലെങ്കിൽ ഓറഞ്ചോ മുസമ്പിയോ എന്തെങ്കിലും ആയിരിക്കും. സിട്രസ് ഫ്രൂട്ട്സ് ആ ഇനത്തിൽ ഏതെങ്കിലും ഒരു പഴമാണല്ലോ വൈറ്റമിൻ സിയുടെ ഏറ്റവും കൂടുതൽ അളവ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. എന്നാൽ അത് തെറ്റാണ്. ഒരു ശരാശരി നാരങ്ങയിലോ ഓറഞ്ചിലോ ഉള്ളതിനേക്കാൾ 5 മുതൽ 10 മടങ്ങ് കൂടുതൽ, അതായത് 100 ഗ്രാം പേരയ്ക്കയിൽ, നല്ല പഴുത്ത പേരയ്ക്കയിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്ട് 250 മില്ലിഗ്രാം വൈറ്റമിൻ സി ആണെന്നിരിക്കെ 100 ഗ്രാം നാരങ്ങയിലോ ഓറഞ്ചിലോ അടങ്ങിയിട്ടുള്ളത് ശരാശരി വെറും 50 മില്ലിഗ്രാം വൈറ്റമിൻ സി മാത്രമാണ്. ഹോർമോണും, അതായത് 5 ഇരട്ടി കൂടുതൽ വൈറ്റമിൻ സി പേരയ്ക്കയിലുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ വൈറ്റമിൻ സി കുറവോ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറവോ ഉള്ളവർക്ക് ഓറഞ്ചോ നാരങ്ങയോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. വെറും പേരയ്ക്ക കഴിച്ചാൽ മതി. പക്ഷെ ഈ പറഞ്ഞ പോലെ നാടൻ പേരയ്ക്കൊന്നും ഇപ്പോൾ കണ്ടുകിട്ടാറില്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും മാറും. എന്തൊക്കെയാണെങ്കിലും ഇനിയിപ്പോൾ വേറെ എന്തൊക്കെ പോഷക ഗുണങ്ങളാണ് പേരയ്ക്കുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പോഷക ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്. ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? ലൈക്കോപ്പീൻ എന്നുള്ളത് മറ്റെങ്ങുമല്ല, തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ്. ഈ ലൈക്കോപ്പീൻ തന്നെയാണ് പേരയ്ക്കയിലും അടങ്ങിയിട്ടുള്ളത്. പക്ഷെ ആകെ എന്താണെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ കുരുവില്ലേ, കുരു സഹിതം കഴിച്ചാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ അത്ര. കാരണം ഈ പേരയ്ക്കയുടെ കുരുവിൽ അതിൻ്റെ ഒരു എണ്ണമയവും കൂടിയുണ്ട്. ഗുവാവ സീഡ് ഓയിൽ എന്നാണ് ആ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു എണ്ണയാണത്. ഈ എണ്ണ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം കോസ്മെറ്റിക്സ്, അതായത് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഓരോ ക്രീംസ്, ലേപനങ്ങൾ ഇതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ
ചില ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇതിൻ്റെ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ ഉപയോഗിക്കാറുണ്ട് അത്ര. ഓക്കെ, കാരണം അതിൽ ലിനോലെനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു ശരാശരി പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം പേരയ്ക്ക വളരെ വിശിഷ്ടമായ ഒരു പഴമാണ്. അതിന് പേരയ്ക്കയല്ല, പേരയുടെ ഇല. അപ്പോൾ ഈ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിനാൽ പ്രമേഹം ഭേദപ്പെടുമെന്നും അല്ലെങ്കിൽ പ്രമേഹ രോഗ നിയന്ത്രണം കൈവരിക്കാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശാസ്ത്രീയമായി ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഈ വിശ്വാസത്തിന് യാതൊരു തെളിവും ശാസ്ത്രീയമായിട്ടില്ല. ചിലര് അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതായത് അവര് പേരയില തിളപ്പിച്ച് വെള്ളം കുടിച്ചതിനാൽ അവരുടെ പ്രമേഹം നിയന്ത്രണ വിധേയമായി എന്ന് അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. പക്ഷെ എത്ര പേര ഇല എത്ര വെള്ളത്തിൽ എത്ര നേരത്തേക്ക് തിളപ്പിച്ച് അതിൻ്റെ ആ വെള്ളം കുടിച്ചാൽ എത്ര നേരത്തിനുള്ളിൽ എത്ര ഷുഗർ കുറയും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവും ആർക്കുമില്ല. അതിനാൽ വളരെ അടിസ്ഥാനരഹിതമായ തികച്ചും വ്യക്തി അനുഭവങ്ങളുടെ പുറത്ത് മാത്രം അധിഷ്ഠിതമായ ഒരു അനുഭവമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഒരിക്കലും ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ പേരയിലിട്ട തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ പേരയിലിട്ട ഏതെങ്കിലും കറി ചിലരങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് ചതച്ചരഞ്ഞ് കറി എന്തോ തരത്തിലുള്ള കൂട്ടാനൊക്കെ വെക്കുന്നതായിട്ട് ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെയാണത് കഴിക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. കാരണം വല്ലാത്ത ചവർപ്പായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പ്രമേഹ രോഗ നിയന്ത്രണത്തിൽ ഈ പേര ഇലയ്ക്ക് കാര്യമായ പങ്കൊന്നുമില്ല. കാര്യമായ പങ്കില്ലെന്നല്ല, ഒട്ടും തന്നെ പങ്കില്ല. എന്നാൽ പ്രമേഹ രോഗികൾ പഴുത്ത പേരയ്ക്ക് കഴിക്കാമോ? തീർച്ചയായിട്ടും കഴിക്കാം. കാരണം അതിൽ ഷുഗറിൻ്റെ അളവ് വളരെ വളരെ കുറവാണ് ഉള്ളത്. പ്രത്യേകിച്ച് കൂടുതൽ പഴുക്കാത്ത പേരയ്ക്കയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കൂടുതൽ പഴുക്കാത്ത പേരയ്ക്കയിൽ വേറൊരു ഘടകം കൂടി ഉണ്ട്. പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു വസ്തു കൂടി അതിലടങ്ങിയിട്ടുള്ളത്. ഈ പെക്റ്റിൻ എന്ന് പറയുന്നത് പലർക്കും പരിചയമുള്ളൊരു പേരായിരിക്കും. പ്രത്യേകിച്ച് വീടുകളിൽ തന്നെ ജാമും മാർമലേഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വ്യക്തികൾ, ജെല്ലി പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പേര് ഓർമ്മയുണ്ടാവും, പെക്റ്റിൻ. അപ്പോൾ പെക്റ്റിൻ്റെ ഈ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുള്ള പെക്റ്റിൻ്റെ അളവിനെ കുറിച്ച് രസകരമായിട്ടൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, പേരയ്ക്ക പഴുത്ത് കൂടുന്തോറും, അതായത് അതിന് പഴുപ്പ് കൂടുന്തോറും പെക്റ്റിൻ്റെ അളവ് കുറഞ്ഞ് വരും. അപ്പോൾ പച്ച പേരയ്ക്കയിലാണ് പെക്റ്റിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ജസ്റ്റ് പഴുത്ത് തുടങ്ങുമ്പോൾ ഈ പേരയ്ക്കയ്ക്ക് പെക്റ്റിൻ്റെ അളവും ഉണ്ടാവും, എന്നാൽ അതേ സമയത്ത് സ്വാദും കൂടി വരും, അല്ലേ? ഒരു ചെറിയ മധുരം ഉണ്ടാവും. ആ ഒരു ഘട്ടത്തിലാണത്രേ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഏറ്റവും ഉത്തമം. വല്ലാതെ പഴുത്ത പേരയ്ക്ക കഴിക്കുമ്പോൾ അതിൽ ഷുഗറിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും ഇതിൽ ഫൈബറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ 100 ഗ്രാം പേരയ്ക്കയിൽ ഏതാണ്ട് 5 മുതൽ 6 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ അതിൻ്റെ ഷുഗർ കണ്ടന്റ് കൂടി വന്നാലും അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗേഴ്സിനെ കാര്യമായിട്ട് ബാധിക്കില്ല. അപ്പോൾ ഇവിടെ വ്യത്യാസം നിങ്ങൾ അറിയേണ്ടത് ഡയറ്ററി ഷുഗേഴ്സ്, അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ അകത്താക്കുന്ന ഷുഗറും പിന്നെ രക്തത്തിൽ കാണപ്പെടുന്ന ഗ്ലൂക്കോസിൻ്റെ അളവും നേരിട്ടൊരു ബന്ധം ഉണ്ട് എന്ന് കരുതിയാൽ തെറ്റി. ഇതിൽ വേറെ പല ഘടകങ്ങളും അതിനെ നിയന്ത്രിക്കും, പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കും. ഓർമ്മ വേണം, അതിലൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈബർ. അപ്പോൾ ഫൈബർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് സോലുബിൾ, ഇൻസോൾബിൾ, ഓരോ ഫൈബേഴ്സിനും ഓരോ സ്വഭാവമാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അതുപോലെ പ്രോട്ടീൻ കണ്ടന്റും കൂടി ഉണ്ടെങ്കിൽ, പേരയ്ക്കയിൽ സാമാന്യം നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. 3 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് 100 ഗ്രാം പേരയ്ക്കയിൽ. അപ്പോൾ പ്രോട്ടീൻ സാമാന്യം നല്ലൊരു കണ്ടന്റ് ഉണ്ട്. ഫൈബർ വളരെ നല്ല കണ്ടന്റ് ഉണ്ട്, 5 മുതൽ 6 ഗ്രാം വരെ ഫൈബർ ഉണ്ട്. അപ്പോൾ ഇതിനാൽ നിങ്ങളിപ്പോൾ നല്ല പഴുത്ത പേരയ്ക്ക കഴിച്ചാലും പെട്ടെന്ന് നിങ്ങളുടെ ബ്ലഡ് ഷുഗേഴ്സ് കൂടാൻ സാധ്യതയില്ല. അപ്പോൾ പേരയ്ക്ക പ്രമേഹ രോഗികൾക്ക് തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ജ്യൂസോ ഷെയ്ക്കോ ആയിട്ട് കഴിക്കരുത്. പേരയ്ക്കായിട്ട് തന്നെ കഴിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ അതിലടങ്ങിയിട്ടുള്ള വേറെ എന്തൊക്കെ പോഷകാഹാരങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അതിനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എടുത്തു പറയേണ്ടതായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 0 സോഡിയം.
എന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ സാമാന്യം നല്ലൊരു അളവ് 100 ഗ്രാം പേരക്കയിലുണ്ട്. ഏതാണ്ട് 15% ഒരു ദിവസം ആവശ്യമായിട്ടുള്ളതിൻ്റെ 15% ഏതാണ്ട് 400 മുതൽ 420 മില്ലിഗ്രാം വരെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ടെങ്കിലും സോഡിയം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ BP ഉള്ള വ്യക്തികൾക്ക് ഇത് ആക്ച്വലി നല്ലതാണ്. ബ്ലഡ് പ്രഷറിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവർക്കും ബ്ലഡ് പ്രഷർ കാരണം ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് വളരെ നല്ലതാണെന്നിരിക്കെ വൃക്ക രോഗങ്ങളുള്ളവർ ഇത് സൂക്ഷിച്ച് കഴിക്കണം. ഒരു പരിധിക്കപ്പുറം കഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സങ്കീർണമായ വൃക്ക രോഗമുള്ളവരിൽ പൊട്ടാസ്യത്തിൻ്റെ ഈ അളവ് കൂടുതലുള്ളതിനാൽ പേരയ്ക്ക് ഒരു പരിധിക്കപ്പുറം കഴിക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് വൃക്ക രോഗം ഉള്ളവർ നിർബന്ധമായും ഡോക്ടറോടോ ഡയറ്റീഷ്യനോടോ ചോദിച്ചിട്ട് മാത്രമേ ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കാവൂ. ചെറിയ ചെറിയ അളവിലാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഒന്നും കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷെ കൂടുതൽ കഴിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പഴമായിട്ട് പോലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനും ഇതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചപ്പോഴാണ് ഇത്രയ്ക്ക് ഉണ്ടോ ഈ പേരയ്ക്കയെ കുറിച്ച് അറിയാൻ. പ്രത്യേകിച്ച് അതിൻ്റെ വൈറ്റമിൻ സി കണ്ടന്റ്. ബിക്കോസ് ഇതുവരെ ഞാനും വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. സിട്രസ് ഫ്രൂട്ട്സിലാണ്. പിന്നെ ഓഫ് കോഴ്സ് അതിനേക്കാളും കൂടുതലുള്ളൊരു വസ്തു ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നെല്ലിക്കയാണ്. ആംലാസ് ആണ് ടോപ്പ്. വൈറ്റമിൻ സി കണ്ടന്റിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ആംലാസ് ആണ് ഈ നെല്ലിക്ക. അതിന് തൊട്ട് താഴെയാണ് നമുക്ക് സർവ്വസാധാരണമായിട്ട് ഒന്ന് ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരു സാധനം. നമുക്ക് എപ്പോഴും നെല്ലിക്ക കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സർവ്വസാധാരണമായിട്ട് കഴിക്കാവുന്ന നാരങ്ങ, ആ ഇനത്തിൽപ്പെട്ട ഓറഞ്ച്, മുസമ്പി, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണല്ലോ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ പേരുകൾ. പക്ഷെ ഇവയെക്കാളും ഈ പറഞ്ഞ സിട്രസ് ഫ്രൂട്ട്സിനേക്കാളും 5-10 ഇരട്ടി കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഈ പേരയ്ക്കയിൽ എന്നുള്ളത് ഞാനും അടുത്ത കാലത്താണ് പഠിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുതകൾ, ഇത്തരത്തിലുള്ള രസകരമായ സത്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.